കിഷോർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും കേരളത്തിൽ ജാതിയുണ്ട്. അതുതന്നെയാണ് അയ്യമുജയൻ നേരിട്ടിട്ടുള്ള ഈ വലിയ സങ്കടകരമായ സാഹചര്യം. കേരളത്തിൽ നമ്മൾ പറയുന്ന നവോത്ഥാനവും മതേതരത്വവും ഒക്കെ അതെല്ലാം ഒരു കപടതയാണ്. കാരണം അത് നമ്മൾ കേരളത്തിന്റെ ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം തന്നെ ജാതി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ഒക്കെ വലിയ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കാണാനും കഴിയുന്നില്ല. അപ്പൊ ഇതിന് വ്യത്യാസം ഉണ്ടാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നമ്മുടെ മക്കളെ നമ്മളിത് പറഞ്ഞ് എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ഒരു ബോധ്യം സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് ഇത്തരം ചർച്ചകളൊക്കെ വലിയ കാരണമായി തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഒരു വിളക്കിന് മുന്നിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു വലിയ ചർച്ച നടക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചൊരു ഈശ്വര ചൈതന്യമാണ്. അപ്പൊ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈശ്വരനെ അപമാനിച്ചു എന്ന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ പറയാം. പക്ഷെ അയ്യം വിജയന്റെ നിറവും അയ്യം വിജയന്റെ ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഒരു മഹത്തായ ഫുട്ബോളറും കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസറും ഒക്കെ ആയിട്ടുള്ള ഈ വിളക്കിന് മുന്നിലൂടെ കവച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്പലത്തിലൊക്കെ പൂജാരിമാർ നിരത്തി അടുക്കി വെച്ചേക്കുന്ന വിളക്കിന്റെ മുകളിൽ കൂടെ അല്ലേ കവച്ചു വെച്ചേ പോകുന്നത്. അവര് പോകുമ്പോൾ ഇല്ലാത്ത വികാരം എന്തിനാണ് അയ്യം വിജയം പോകുമ്പോൾ മാത്രം ഈശ്വര വിശ്വാസികൾക്ക് ഉണ്ടാവുന്നത്? അതെന്തൊരു തരം വിശ്വാസമാണ്? തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞു വിവാദം ഉണ്ടാക്കേണ്ട ആളുകൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്ല, ഉണ്ടാക്കട്ടെ. എനിക്കത് സംശയം ചോദിച്ചതാണ്. നമ്മളൊക്കെ ഉത്സവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അമ്പലത്തിന്റെ വിളക്കിന്റെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും എല്ലാം കയറിയാണ് ഈ പൂജാരിമാരൊക്കെ പോകുന്നത്. അവരൊന്നും പോകുമ്പോൾ ആർക്കും ഒരു വിശ്വാസക്കുറവും ഇല്ല. ഈ അയ്യം വിജയം കാല് മുകളിൽ കൂടെ കവച്ചു വെച്ച് പോയാൽ മാത്രം എന്താണ് ഇത് ഉണ്ടാവുന്നത്? അതെ, അയ്യം വിജയനെ പോലൊരു മനുഷ്യനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അയ്യം വിജയനാണെങ്കിലും ഒരു സാധാരണ വിജയനാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിൽ അപമാനിക്കപ്പെടാനും അവഹേളിക്കപ്പെടാനും കേരളം അനുവദിച്ചുകൂടാ. അതിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെയൊക്കെ ശബ്ദം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് തന്നെ വലിയ ഗൗരവമായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനിഷ്യേറ്റീവിനെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഇപ്പൊ ജാതിക്കെതിരെ പോരാടുന്ന ആളുകൾ എത്രമാത്രം എനർജി ചെലവാക്കുന്നുണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ചർച്ച. കാരണം താങ്കളോട് ചില ആളുകൾ സംവരണത്തിനെതിരായിട്ട് പറയുമ്പോൾ താങ്കളുടെ ഈ ഷോയിൽ തന്നെ എത്രമാത്രം എനർജി അതിനെതിരായിട്ട് പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ചില വ്യക്തി ജീവിതങ്ങളിലുള്ള ഈ ഒരു മനോഭാവത്തെയാണ് നമ്മൾ എടുത്തു കളയേണ്ടത്. അത് കേവലം പേരിന്റെ കൂടെയുള്ള വാലോ അല്ലെങ്കിൽ ജാതിപരമായി ഉയർന്ന ആളാണെന്നുള്ള ബോധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ സ്റ്റാറ്റസോ നിറവോ അങ്ങനെയുള്ള ഒരു പ്രിവിലേജും അല്ല ഇതിനെ നിർണ്ണയിക്കേണ്ടത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു മാനുഷികപരമായിട്ടുള്ള വികാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രായോഗിക പരിശീലന പരിപാടികളും ഒക്കെയാണ് രൂപപ്പെട്ടു വരേണ്ടത്. അങ്ങനെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അയ്യൻകാളിയുടെ കാലത്തെയും അംബേദ്കറിന്റെ കാലത്തെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിനെതിരെ ഒരു പോരാട്ടം ഉണ്ടാകില്ല. ഇപ്പോഴും നമ്മൾ പറയും നവോത്ഥാന കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഇതെല്ലാം കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു കപടതയുടെ ഒരു നമ്പർ 1 സ്റ്റാറ്റസ് ആയിട്ട് മാത്രം ഈ വാചകങ്ങൾ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു 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 തട്ടിന് താഴെ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വിഭാഗങ്ങളെല്ലാം വളരെ മോശമായിട്ട് കാണണമെന്ന് എവിടെയൊക്കെയോ നമ്മളെ ചിന്തകൾ രൂപപ്പെടുന്നുണ്ട്. അത് സവർണജാതിയിൽ മാത്രമല്ല, ഉപജാതി ചിന്തകളുള്ള ഈ നമ്മൾ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിലും ഈ ചിന്തയുണ്ട്. അവിടെ ഇത് രൂപപ്പെടാൻ ശ്രീ കിഷോർ, പ്രധാനം തന്നെയാണ്. സവർണ ജാതി എന്ന് കരുതപ്പെടുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിൽ മാത്രമല്ല ഈ ജാതി വിവേചനവും ഒക്കെ ഉള്ളത്. അത് പിന്നാക്ക ജാതി വിഭാഗം എന്ന് കരുതുന്നവരും അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്ന് കരുതുന്ന വിവിധ ജാതികൾക്കിടയിലും ഒക്കെ ഈ പരസ്പരമുള്ള കടുത്ത ജാതി വിവേചനങ്ങളും പരസ്പരം വിവാഹം കഴിക്കാതിരിക്കലും അല്ലെങ്കിൽ തീണ്ടലും തൊടിയിലും ഒക്കെ ഇപ്പോഴില്ലെങ്കിലും അത്തരം ആചാരങ്ങളൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ജാതി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരെക്കാൾ താഴ്ന്നവരായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, ഏറ്റവും താഴ്ന്നവരെന്ന് കരുതപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇനി അവർക്ക് താഴെ ആരെയും കാണിക്കാനില്ല എന്ന് പറഞ്ഞ് പലർക്കും ഇത്തരം ജാതി വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ ആൻഡോ ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ആൻഡോ, താങ്കൾ എങ്ങനെയാണ് ഈ അയ്യം വിജയനെ പോലെ ഒരാൾ ഒരു വിളക്കിന് മുന്നിൽ ചെരുപ്പിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ജാതീയമായും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ അടക്കം അദ്ദേഹത്തിൻ്റെ നിറത്തെ അടക്കം ഈ തരത്തിൽ അവമാനിക്കുന്നത് കേരളത്തിന്, ഈ ഒരു നവോത്ഥാന കേരളത്തിൽ നടക്കുന്നത്? ശ്രീ ആൻഡോ പറയൂ. നമസ്കാരം. നമസ്കാരം. എനിക്ക്
നമ്മുടെ IM വിജയനെ കുറിച്ചിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ അഭിപ്രായം പറയുന്നവർക്കൊക്കെ വന്നിട്ടൊന്ന് തൃശ്ശൂർ വന്ന് അതിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും ഏത് പരിപാടിക്കും അമ്പലത്തിലായാലും പള്ളിയിലായാലും പെരുന്നാൾക്കായാലും എന്തിനും ആള് ഇടപെട്ട് നടക്കുന്ന ഒരാളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.